സർ, നിലമ്പൂര് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 23-ാം തീയതി തിങ്കളാഴ്ച റിസൾട്ടും വരും. അപ്പോൾ നിലമ്പൂരിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞു. ഇനി ആര് ജയിച്ചു, ആര് തോറ്റു എന്നൊക്കെയുള്ള കണക്കെടുപ്പുകൾ മാത്രമേ പുറത്തു വരാനുള്ളൂ. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വിജയ പരാജയം UDF-ന് അനുകൂലമായാലും പ്രതികൂലമായാലും VD സതീശന്റെ കാര്യത്തിൽ ഇനി കേരളത്തിൽ എന്തുണ്ടാവാനാണ് സാധ്യത? VD സതീശൻ UDF-ന് ഇനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ VD സതീശൻ അടുത്ത കേരള മുഖ്യമന്ത്രിയാകുമോ? അതല്ലെങ്കിൽ VD സതീശനെ കാത്തിരിക്കുന്ന രാഷ്ട്രീയ ഭാവി എന്താണ്? കൃത്യമായ ചോദ്യമാണ് നീതു. ഇതിന് രണ്ടിനും ഉത്തരവുണ്ട്. ഈ നീതു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 23-ന് റിസൾട്ട് വരും. നാളെയാണ് പോളിംഗ് നടക്കുന്നത്. ജനങ്ങൾ പോകുന്നത് നാളെയാണ്. അപ്പൊ 23 വളരെ നിർണായകമാണ്. 23-നെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പ്രാധാന്യം ഇതിനകത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷമുള്ള ഒരു കക്ഷി നിലയിലാണ് അവർ കേരളം ഭരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സീറ്റ് പോയി എന്ന് കരുതിയിട്ട് അത് പ്രത്യേകിച്ച് LDF സ്വതന്ത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റിംഗ് സീറ്റ് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. UDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇപ്പൊ 40-നടുത്തുള്ള സീറ്റുകളാണുള്ളത്. അതിലിപ്പോ ഒന്ന് കൂടുതൽ കിട്ടിയോണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നഷ്ടപ്പെട്ടാൽ LDF-ന്റെ സീറ്റ് പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അവിടെയല്ല പ്രശ്നം വ്യക്തികളിലാണ്. നീതു സൂചിപ്പിച്ച VD സതീശൻ എന്നുള്ള പ്രതിപക്ഷ നേതാവിലാണ് ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് സ്വാധീനിക്കാൻ പോകുന്നത്. അത് ഒന്നുകിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് ഇപ്പൊ സർവേകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നത്. എല്ലാ ഘടകങ്ങളും അവർക്ക് അനുകൂലമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ അതേപോലെ 2020 അപ്പൊ സതീശന് തീർച്ചയായിട്ടും ഒരു മേൽക്കൈ അവിടെ വരും. അങ്ങനെ UDF-നാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെയായിരിക്കും. അക്കാര്യത്തില് ഒരു സംശയവുമില്ല. അതാണ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആ മണ്ഡലത്തില് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു നമ്മുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. നേരെ മറിച്ചാണെങ്കിലും സംഭവിക്കാം. നേരെ മറിച്ചാണെങ്കിൽ എല്ലാ അമ്പുകളും VD സതീശന്റെ നേരെയായിരിക്കും വരാൻ പോകുന്നത്. അത് ഒരു പക്ഷെങ്കില് നമ്മുടെ ഫ്രഞ്ച് ചക്രവർത്തി യുദ്ധങ്ങളും ഒക്കെ ചെയ്ത് വലിയ കിരീട ഇപ്പൊ പറഞ്ഞില്ലേ, വളരെ ചരിത്രം സൃഷ്ടിച്ച നെപ്പോളിയന്റെ അവസ്ഥയിലേക്ക് ഒരു പക്ഷെങ്കില് ചിലപ്പോൾ VD സതീശൻ ചെന്ന് വീഴും. ഒരു പക്ഷെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന്റെ ഒരു വാട്ടർലൂ ആകുമോ എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും, സംശയിക്കേണ്ടി വരും. ഒരു വൈദ്യം നോക്കി അതിനകത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാമ്യത നോക്കിയേ. ഈ ജൂൺ 18-നായിരുന്നു വാട്ടർലൂ യുദ്ധം നടന്നത്. വാട്ടർലൂവിലെ യുദ്ധം നടന്നത്, നെപ്പോളിയൻ വീണ യുദ്ധം നടന്നത്. ഇതിപ്പോ നാളെയാണ്, ഒരു ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അത് സംഭവിച്ചിരിക്കും. രാഷ്ട്രീയത്തെ നമ്മൾ എപ്പോഴും പറയുന്ന എങ്ങനെയാണ്, ഇതൊരു സാധ്യതകളുടെ കലയാണ്. നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുള്ളൂ, മുന്നോട്ടുള്ള പോക്കിന് അത് സഹായമാവുകയുള്ളൂ. അക്കാര്യങ്ങള് ഇത്തരത്തിലൊരു സാധ്യത ഉപയോഗിക്കുന്നതിൽ വളരെ മിടുമിടുക്കനായ ഒരു MLA ആണ്, രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ശ്രീ VD സതീശൻ. അദ്ദേഹം പറവൂര് മണ്ഡലം CPIയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ഏതാണ്ട് 24 വർഷമാകുന്നു. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 25-ാം വർഷമാണ്. 2026-ലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ 25-ാം വർഷത്തെ തെരഞ്ഞെടുപ്പും കൂടിയാണ്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് അതിനകത്ത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ശ്രീ VD സതീശനായിരിക്കുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രി UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ സംശയത്തിന്റെ അവകാശമില്ല. വേറെ ഒരു അവകാശികൾ അതിൽ വരാൻ ഇത് നിലവിലുള്ള സാഹചര്യത്തിൽ കാണുന്നുമില്ല. ഇനി എന്താണ് സതീശന്റെ പ്ലസ് പോയിന്റുകൾ? ഈ നിലമ്പൂരെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നാമത്തെ പ്രശ്നം ശ്രീ PV അൻവറെ UDF-ൽ കയറ്റിയില്ല എന്നുള്ളത് തന്നെയാണ്. അൻവറെ UDF-ൽ കയറ്റാതിരുന്നതിനുള്ള പ്രധാന കാരണക്കാരൻ, അല്ലെങ്കിൽ കർക്കശമായ നിലപാടെടുത്ത ആള് ശ്രീ VD സതീശൻ തന്നെയായിരുന്നു. അത് രാഷ്ട്രീയ നിലപാടാണ്. അത് സതീശന്റെ രാഷ്ട്രീയ നിലപാടാണ്. ഒരാൾ പറയുന്ന സ്ഥാനാർത്ഥിയെ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണം, സുരക്ഷിതമായ മണ്ഡലം വേണം, അന്നൊന്നും ഒരു ബാർഗെയിൻ ചെയ്തുകൊണ്ട് വരത്തക്ക ഒരു സ്ഥിതിയില്ല. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടെടുത്ത ശ്രീ സതീശന്റെ നിലപാടിനെ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ്
അൻവർ ഒരുപക്ഷെ മത്സരിക്കുകയില്ലായിരുന്നു. ജോയിയെ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്ന DCC പ്രസിഡന്റ് ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കത്തില്ലായിരുന്നു. അത് സത്യമാണ്. അതിനും സതീശൻ വഴങ്ങിക്കൊടുത്തില്ല. സതീശൻ വളരെ കൃത്യമായിട്ട്, സതീശനാണ് അതിന് മറുപടി പറഞ്ഞത്. അങ്ങനെ സ്ഥാനാർത്ഥിയെ സ്വയമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് UDF കയറിയിട്ടില്ല. കയറുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കത്തക്ക അവസ്ഥയിലൊന്നും അൻവർ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതും തള്ളിക്കളഞ്ഞത് ശ്രീ VD സതീശനാണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് അവിടെ നേരത്തെ തന്നെ നമ്മൾ പല തവണ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മുസ്ലിം ലീഗ് ഒരു ചെറിയ അകൽച്ചയിലായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ചില രാഷ്ട്രീയ നിലപാടുകൾ, അതും വ്യക്തിത്വം നമ്മൾ പറഞ്ഞില്ലേ, ആര്യാടൻ മുഹമ്മദിന്റെ വ്യക്തിത്വമാണ് അത് കാണിച്ചത്. കോൺഗ്രസ് വേണം എപ്പോഴും മുൻപിൽ നിൽക്കാൻ, മലപ്പുറം ജില്ലയാണെങ്കിലും ശരി കോൺഗ്രസിന് വേണം മുൻകൈ കിട്ടാൻ എന്നൊരു നിലപാടായിരുന്നു ആര്യാടൻ മുഹമ്മദിന് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞില്ലേ, സമുദായ സംഘടനകളുടെ വീടുകളിലും അരമനകളിലും പള്ളികളിലും ഒന്നും ഞാൻ പോവുകയില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് പാണക്കാട്ടും അങ്ങനെ ഒരു സ്ഥിരം സന്ദർശകനൊന്നും ആയിരുന്നില്ല അദ്ദേഹം. അവരുമായിട്ടൊക്കെ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ലീഗിന്റെ ഒരു ചെറിയ അസ്വാരസ്യം അവിടെ നിലനിന്നിരുന്നു. അത് നേരത്തെ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ അൻവർ മുതലാക്കുകയും ചെയ്തു. അങ്ങനെയാണല്ലോ ഷൗക്കത്ത് അവിടെ വീഴുന്നത്. പക്ഷെ ആ അകൽച്ചയെല്ലാം മാറ്റിയെടുത്തു സതീശൻ. ആ അകൽച്ചകളെല്ലാം മാറ്റിയെടുത്തു. ലീഗുമായിട്ട് നല്ല ബന്ധം. അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. ഏതാണ്ട് 10 ദിവസത്തോളമാണ്, 10-15 ദിവസത്തോളമായിട്ട് അവിടെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ വിജയിക്കുന്നതിനായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് തൃക്കാക്കര അസംബ്ലി മണ്ഡലത്തിലും പാലക്കാട്ടും അദ്ദേഹം തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ക്യാമ്പ് ചെയ്തിട്ടാണ് ആ തെരഞ്ഞെടുപ്പുകളൊക്കെ വിജയിപ്പിച്ചത്. പിന്നീട് ഈ നാലാമത്തെ ഘടകമായിട്ട് വരുന്നത് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയോടും വെൽഫെയർ പാർട്ടി, അവരുടെ വെൽഫെയർ പാർട്ടിയോടും എടുത്ത ഒരു കരാറ്. അത് പാലക്കാട്ടും അതുണ്ടായിരുന്നു. ഇപ്പം പുതിയതായിട്ട് നിലമ്പൂരിൽ വന്നൊരു കാര്യമല്ല. ഇവിടെ രാഹുൽ മങ്കൂട്ടത്തെ ജയിച്ചപ്പോൾ ആരാദ്യം കൊടിയുമായിട്ട് ഇറങ്ങി വന്നത്? അപ്പൊ അത് നേരത്തെ തന്നെ ഇത്തരം കരാറുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മളത് ചില സമയത്ത് അത് പരസ്യമായിട്ട് വരും, ചില മണ്ഡലങ്ങളിൽ വരുമ്പോൾ അത് കുറച്ച് വിളിച്ചു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ സതീശന്റെ അനുവാദം ഉണ്ടാകും, ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെയും ഒരു മൗന അനുവാദം ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. വർഗീയ കക്ഷിയെ എടുക്കുന്നു എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ വരും. പക്ഷെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വോട്ടാണ് പ്രധാന ഘടകം. ആരുടെ വോട്ടാണെങ്കിലും നമുക്ക് വേണം, വാങ്ങിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അതിനകത്തില് പിന്നെ നാളെ മാറി എന്ന് വെച്ച് ഇയാൾ വർഗീയനും ഞാൻ മതനിരപേക്ഷവനും ആണെന്ന് പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടും അതിനും സതീശന്റെ ഒരു വലിയ അപ്പർ ഹാൻഡ് അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെ മണ്ഡലത്തിൽ എത്തിക്കുന്നതിനും തെരഞ്ഞെടുപ്പിന്റെ കോർഡിനേഷൻ, തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ ഒറ്റ കുടക്കീഴിലാക്കിക്കൊണ്ട് കുറ്റമറ്റൊരു സംവിധാനമായിട്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്നതിനും ശ്രീ സതീശന്റെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതും അദ്ദേഹത്തിന്റെ ഒരു മികവ് തന്നെയാണ്, എടുത്തു പറയത്തക്ക ഒരു മികവ് തന്നെയാണ് അക്കാര്യത്തിൽ. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ കുറേയേറെ ഘടകങ്ങൾ ഇനിയുമുണ്ട്. അത് സതീശന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് വരും. അതാണ് പറഞ്ഞത്, ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഒരു നല്ല മാർജിനിൽ ഒരു 10,000-നോ 15,000-ത്തിനോ അടുത്തുള്ള ഒരു മാർജിൻ അവിടെ ജയിക്കുകയാണെങ്കിൽ അത് VD സതീശൻ എന്ന രാഷ്ട്രീയക്കാരന് കിട്ടുന്ന ഏറ്റവും വലിയ തൂവലായിരിക്കും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ കിട്ടുന്ന തൂവലായിരിക്കും. അത് അദ്ദേഹത്തിന്റെ 2026 തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ സ്ഥാനം കിട്ടുകയും ചെയ്യും എന്ന് തന്നെയാണ്. കാരണം വേറെ ആരുമില്ല. വേറെ ആരാണ് ഇപ്പൊ അവിടെ അദ്ദേഹത്തിന് എതിരായിട്ട് വരാനുള്ളത്? പിന്നെ നമ്മൾ കോൺഗ്രസ് പറഞ്ഞ കേട്ട 2 പേരുകൾ, ഒന്ന് അഖിലേന്ത്യാ നേതാവായ ശ്രീ KC വേണുഗോപാലൻ, MP ആയിട്ടുള്ള KC വേണുഗോപാലന്റെ പേരാണ് കേട്ടിട്ടുള്ളത്. കേരള മുഖ്യമന്ത്രിയായിട്ട് വരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ KCക്ക് അങ്ങനെ ഒരു സാധ്യത കുറവാണ്. KC ഒന്നാമത് കേരളത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യത കുറവാണ്. ശരിക്കും ഈ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഷ്ട്രീയ സർക്കിളുകളിൽ ഏറ്റവും ഏറ്റവും വിശ്വസ്തനായിട്ട് നിൽക്കുന്ന ആളാണ് ശ്രീ KC വേണുഗോപാൽ. എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. സംഘടനാ സെക്രട്ടറി എന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആളിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് കേരളത്തിലേക്ക് മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, അവരോട് ഏറ്റവും കൂടുതൽ വിശ്വസ്തതയും കടപ്പാട് ഇവർക്കുണ്ടാകാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഈ വയനാട് മണ്ഡലം KC വേണുഗോപാലിന്റെ ഒരു സെലക്ഷൻ ആണെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് നോർത്ത് ഇന്ത്യയില് എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുകയാണെങ്കിൽ അതിന് കേരളത്തിൽ പറ്റിയെന്ന നിലയിൽ വയനാട് മണ്ഡലം കണ്ടുപിടിച്ചതിൽ വേണുഗോപാലിന് നല്ലൊരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് KC വേണുഗോപാൽ ഉടൻ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, ഈ നിലമ്പൂരി വന്നൊരു കുഴപ്പം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നൊരു വാക്ക്,
ഒരുപക്ഷെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയപ്പോൾ അതിന് അർത്ഥവ്യത്യാസം വന്നു പോയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേമ പെൻഷനുകളെല്ലാം കൈക്കൂലിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെയാണ് കുറച്ചു ദിവസം അത്തരം ക്യാമ്പയിൻ ഉണ്ടായി. അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും വേണുഗോപാലിന് പെട്ടെന്ന് രംഗത്തു നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ചിലപ്പം മറ്റു തിരക്കുകൾ ആയിരിക്കാം. പിന്നീട് ഉള്ള നമ്മുടെ സതീശന് വരാവുന്ന ഒരു ഭീഷണി സ്ഥാനാർത്ഥി എന്നൊക്കെ പറയാവുന്ന ഒരാള് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒരു അവസാന ചാൻസ് എന്നും പറയാം. കാരണം സതീശനും ഏതാണ്ട് 60-ന് മുകളിലാണ് പ്രായം, രമേശ് ചെന്നിത്തല ഏതാണ്ട് 70-നോട് അടുക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കാണ് രണ്ടുപേരുടെയും പ്രായത്തിന്റെ ഘടകങ്ങൾ നിൽക്കുന്നത്. അപ്പൊ രമേശിനും ചെന്നിത്തലയ്ക്കും കിട്ടാവുന്ന ഒരു ചാൻസ് ആണ്. പക്ഷെ അതിനകത്തില് സതീശനാണ് അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞില്ലേ, സാധ്യത തിരിച്ചറിഞ്ഞ് കളിക്കാൻ പറ്റിയ ഒരു മിടുക്കൻ സതീശനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് സംബന്ധിച്ച് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ആ സമയത്തുണ്ടായി. കേരളത്തിൽ അന്ന് UDF പ്രതിപക്ഷ ഇതിലേക്ക് പോയി, മുന്നണിയിലേക്ക് പോയപ്പോൾ നേതാവ് ആരാകണം എന്നുള്ളത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് അത് ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും. അന്ന് വരെ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതൊരു വലിയ പോസ്റ്റാണ്, മന്ത്രിക്ക് തുല്യമായ പദവിയാണ്, ഇഷ്ടം പോലെ 10-30 സ്റ്റാഫുകളും വലിയ സംവിധാനങ്ങളും ഒക്കെ ഉള്ളൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് രമേശിന് അത് താല്പര്യം ഉണ്ടായിരുന്നു. രമേശ് അത് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ അല്ലെങ്കിൽ കൈവക്കാൻ താല്പര്യമുള്ള കുറച്ച് MLA-മാരെയൊക്കെ തന്നെ അദ്ദേഹം സീറ്റ് കൊടുക്കുകയും മറ്റു തരത്തിൽ സഹായിച്ചും ഒക്കെ വളർത്തിയെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആരോപണം വന്നിരുന്നു. പക്ഷേ രമേശ് വളർത്തിയ അല്ലെങ്കിൽ രമേശിന്റെ സ്വാധീനത്തിൽ സീറ്റ് കിട്ടിയ പല MLA-മാരും, അതിൽ യുവ MLA-മാരാണ് കൂടുതൽ, അവരൊക്കെ അവസാനം കാലുമാറി കളഞ്ഞു എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം വലിയ കേരളത്തിൽ തർക്കമായി ഡൽഹിയിലാണ് അത് ഫൈനലൈസ് ചെയ്ത സമയത്ത് ഡൽഹി ചെന്നപ്പോഴത്തേക്ക് രമേശിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്ന പല MLA-മാരും കാലുമാറി. അങ്ങനെയാണ് സതീശൻ ആ സ്ഥാനം കിട്ടിയെന്ന് അന്ന് വലിയ ചർച്ചയും കുറച്ച് വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകെക്കൂടെ സതീശന്റെ മുമ്പിലുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ തന്റെ ഗെയിം പ്ലാൻ കൊണ്ട് തന്നെ അത് ശ്രീ സതീശൻ മറികടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഈ സിസ്റ്റം 2026 വളരെ നിർണായകമാണ്. 2026 സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആയിരിക്കത്തില്ല. നമ്മളിപ്പോ ഈ 6 മാസം മുമ്പ് കണ്ട കാര്യങ്ങളൊന്നും ഇപ്പൊ കാണുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. മൊത്തത്തിലുള്ള പിക്ചർ തന്നെ മാറാം. അപ്പൊ അങ്ങനെ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പറയുന്ന നെഗറ്റീവ്സ് രണ്ടു കൂട്ടർക്കും ഉണ്ടാകാത്തത്, പോസിറ്റീവ്സും ഉണ്ടാകാം, നെഗറ്റീവ്സും ഉണ്ടാകാം. മുഖ്യമന്ത്രി LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും വലിയൊരു കേസിന്റെ പുറയിലാണ്. അതപ്പോ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു UDF-ന് അനുകൂലമായിട്ട് മാറാം. അപ്പൊ എന്തെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള നമ്മൾ അപ്രതീക്ഷിതമാണല്ലോ ഇലക്ഷന് മുമ്പ്, അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായി മാറിയെങ്കിൽ മാത്രമേ ഈ പറയുന്നത് പോലെയുള്ള മാറ്റങ്ങളും സംഭവിക്കാൻ വഴിയുള്ളൂ. LDF-ന് അങ്ങനെ ഒരു ക്ഷീണം സംഭവിക്കാൻ വഴിയുള്ളൂ. അത് UDF-ന് പ്ലസ് പോയിന്റ് ആയിട്ട് മാറാനും സാധ്യതയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ രാഷ്ട്രീയം വിലയിരുത്തി പറയുകയാണെങ്കിൽ ശ്രീ VD സതീശനാണ്. ഈ UDF സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ VD സതീശൻ തീർച്ചയായിട്ടും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 1-ാം പേരുകാരനായിട്ട് വന്നിരിക്കും. ഇനി അഥവാ തിരിച്ചാണെങ്കിൽ ഇതിന്റെ പഴി മുഴുവൻ സതീശന്റെ പേരിലായിരിക്കും. നിലമ്പൂരിലെ ഉണ്ടാകുന്ന പഴി മുഴുവൻ സതീശന്റെ പേരിലായിരിക്കും. അത് ഒരു പക്ഷെങ്കിൽ എല്ലാവരും കൂടെ സംയുക്തമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്. അതാണ്. എന്തായാലും LDF-ന് ഒരു പരാജയം സംഭവിച്ച് അവിടെ UDF വിജയിച്ചാൽ അതിന്റെ നേട്ടം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ UDF-ൽ യോഗ്യൻ VD സതീശനായിരിക്കും. മറിച്ചായാൽ VD സതീശനെ കൂട്ടമായി ആക്രമിക്കാൻ UDF-നകത്ത് തന്നെ അമ്പും വില്ലും എടുത്ത് ആളുകൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്ന കാര്യവും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.